ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ സംസാരിക്കാൻ പോകുന്നത് നമ്മുടെ ഷുഗർ രോഗികളുടെ കാലിലൊക്കെ മുറിവൊക്കെ വന്നു കഴിഞ്ഞാൽ അതെങ്ങനെയാണ് നമുക്ക് ട്രീറ്റ് ചെയ്യുന്നതിനെ പറ്റിയാണ്. ഞാൻ ഡോക്ടർ തോമസ് ജോസഫ്, കൺസൾട്ടന്റ് ഫിസിഷ്യൻ ആൻഡ് ഡയബറ്റോളജിസ്റ്റ്, കാർമൽ മെഡിക്കൽ സെന്റർ, പാല. പ്രത്യേകിച്ച് നമുക്കറിയാം, ഒരു കാലത്ത് അതായത് ഒരു 10-20 വർഷങ്ങൾക്ക് മുമ്പ് നമുക്കറിയാം മിക്കവാറും ഷുഗർ രോഗികളുടെ കാല് ലിവറിലൊക്കെ മുറിക്കുകയായിരുന്നു. അതിന് പ്രധാന കാരണമായിട്ടുണ്ടായിരുന്നത് ഷുഗർ കൺട്രോൾ ഇല്ലാത്തതുകൊണ്ടായിരുന്നു. അന്ന് പുതിയ മെഡിസിൻസ് ഇല്ല, പിന്നെ പലരും ഇൻസുലിൻ നേടുകയില്ല, പിന്നെ ശ്രദ്ധ കുറവെന്ന് പറയും. പലപ്പോഴും നമുക്കറിയാം കാല് എപ്പോഴും നമ്മൾ ഷുഗർ രോഗികൾ അവരുടെ പ്രത്യേകം നിങ്ങൾ എല്ലാ ദിവസവും കാലൊന്ന് എക്സാം ചെയ്ത് നോക്കണം. വൈകുന്നേരമൊക്കെ ആകുമ്പോൾ കാല് കഴുകി വല്ലതും കൊണ്ടിട്ടുണ്ടോ. പലപ്പോഴും നമുക്കറിയാം എന്തുകൊണ്ട് അവർക്ക് സെൻസേഷൻ കാണില്ല. അവര് മുള്ള കൊണ്ടുകഴിഞ്ഞാൽ കല്ല് കയറുന്ന അറിയില്ല. അപ്പം പണ്ടൊക്കെയാണ് നമ്മളെ പറമ്പിലുള്ള അല്ലെങ്കിൽ മുറ്റത്തോടെയൊക്കെ നമ്മൾ ചെരുപ്പില്ല വേറെ ഫുഡായിട്ട് നടക്കുമായിരുന്നു. ഇന്നിപ്പം നമ്മളെല്ലാവരോടും പറയും നിങ്ങൾ പ്രോപ്പറായിട്ട് ചപ്പൽ ഉപയോഗിക്കണം. സെൻസേഷൻ അല്ലെങ്കിൽ MCR ചപ്പൽ, അതായത് മൈക്രോസില്ലാർ റബ്ബർ, അങ്ങനത്തെ ചപ്പലുകൾ നമുക്ക് കിട്ടും. അല്ലെങ്കിൽ ഓർത്തോട്ടിക് ചപ്പൽ എന്ന് പറയും. നമുക്ക് ഇത് കൂട്ട് നമ്മൾ വെയിറ്റ് എവിടെയാണോ നമുക്ക് വരുന്നത് അവിടെ ഒന്ന് നമുക്ക് അൾസർ വരാം. അപ്പം നമുക്ക് ആ വെയിറ്റ് നമ്മുടെ വരാതിരിക്കാനുള്ള സംവിധാനങ്ങളുള്ള, അതായത് പാഡുകൾ ഉപയോഗിച്ചുള്ള, അകത്ത് വെക്കുന്ന പാഡുകൾ ഉപയോഗിച്ചുള്ള ചപ്പൽസ് ഉണ്ട്. അത് നമ്മൾ ഉപയോഗിക്കണം. സ്ഥിരമായിട്ട് നമുക്കൊരു പ്രഷർ വരുന്നിടത്ത് പ്രഷർ അൾസർ വരാം. ഒരു അൾസർ വന്നാൽ ഹീൽ ചെയ്യുക, കാരണം അവിടെ തന്നെയാണ് വെയിറ്റ് ബെയറിംഗ് വരുന്നത്. അതേപോലെ പ്രസ്സിങ് വരുന്നുണ്ട്. അപ്പോൾ ഓഫ് ലോഡിങ് എന്ന് പറയും. അപ്പോൾ അവിടെ നമ്മളൊരു പാഡ് വെച്ചാൽ ഒരു കുഴി ഉണ്ടാക്കി അവിടെ നമ്മൾ പ്രഷർ വരാതിരിക്കുകയാണ്. നമുക്ക് ഓഫ് ലോഡ് ചെയ്യുകയാണെങ്കിൽ അവിടുത്തെ മുറിവ് കരിക്കാൻ സാധിക്കും. പലപ്പോഴും നമ്മളെ സെൻസേഷൻ ഇല്ല, അല്ലെങ്കിൽ അങ്ങോട്ട് രക്തോട്ടക്കുറവ്, ഇത് രണ്ടും ഈ വോണ്ട് ഹീലിങ്ങിനെ നന്നായിട്ട് ബാധിക്കും. അതായത് നമ്മൾ സാധാരണ ഒരു ആൾക്കാർ മുറിവ് വന്നു ഈ കാലയിൽ കൊണ്ടു കഴിഞ്ഞാൽ നമ്മൾ അന്നേരം അറിയും, നമ്മളോട് TT എടുക്കും, ഡോക്ടറെ കാണും, മരുന്ന് കഴിക്കും. പലപ്പോഴും ഷുഗർ രോഗികളെ സെൻസേഷൻ ഇല്ലാത്തതുകൊണ്ട് അവരറിയുന്നില്ല അവർ കാല് മുറിഞ്ഞിട്ടുണ്ട് അല്ലെങ്കിൽ പടുക്കുന്നുണ്ട്. ഒത്തിരി ആരെങ്കിലും കണ്ട് പറയുമ്പോൾ അയ്യോ കാലിങ്ങനെ ഇരിക്കുന്ന എന്ത് പറ്റി, അല്ലെങ്കിൽ ചുവപ്പുണ്ടല്ലോ, അല്ലെങ്കിൽ മുറിവ് കരിയുന്നില്ലോ, അല്ലെങ്കിൽ ഈ കളർ എങ്ങനെ വന്നേക്കുന്നതെന്നൊക്കെ ചോദിക്കും. പലപ്പോഴും രക്തോട്ടക്കുറവുണ്ട്, അങ്ങോട്ട് കൊളസ്ട്രോൾ കഴിഞ്ഞ രക്തക്കുറവ് ബ്ലോക്കാണ്, സെൻസേഷൻ പോയിരിക്കുകയാണ്, അവർക്ക് തൊടുന്നോ പൊള്ളുന്നോ അല്ലെങ്കിൽ ചൂടൊന്നും അറിയുന്നില്ല. പണ്ടൊക്കെയാണ് ചൂടായ ടാർ ഓടിക്കട നമ്മൾ വെയിലത്തൊക്കെ നടക്കുകയാണെങ്കിൽ പോലും കാലെ കുമ്പളവരായിരുന്നു, പൊള്ളുമായിരുന്നു, സെൻസേഷൻ ഇല്ലാതെ. അതുകൊണ്ട് എല്ലാ ദിവസവും വൈകുന്നേരം കാലൊന്ന് എക്സാം ചെയ്യണം. കാലൊന്ന് നന്നായിട്ട് കഴുകി വിരലിന്റെ ഇടയിൽ കാലിന്റെ അടിപ്പാവൊക്കെ നോക്കണം. പ്രോപ്പറായുള്ള ഷൂസ് അല്ലെങ്കിൽ പ്രോപ്പറായുള്ള ചപ്പൽ, MCR ചപ്പലൊക്കെ ഉപയോഗിക്കണം. പിന്നെ പലപ്പോഴും കാല് നമുക്ക് സെൻസേഷൻ തീർത്തുമില്ല, അല്ലെങ്കിൽ ഭയങ്കര പുകച്ചില് പോലെ ഉണ്ട്, അല്ലെങ്കിൽ കുത്തിപ്പറിക്കുന്ന വേദനയുണ്ട്, നീഡിൽ പ്രിക്കിംഗ് സെൻസേഷൻ പറയും, അല്ലെങ്കിൽ ഉറങ്ങാൻ പറ്റാത്ത പോലെ കാലിന് അസ്വസ്ഥതയൊക്കെ ആണെങ്കിൽ നമ്മൾ പലപ്പോഴും ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡോക്ടറെ കൺസൾട്ട് ചെയ്യുക, ഡയബറ്റോളജിസ്റ്റിനെ കാണുക. അപ്പം കാലിന്റെ ഡോപ്ലർ സ്കാനിങ്, അല്ലെങ്കിൽ ആർട്ടറി ഡോപ്ലർ എന്ന് പറയാം, നമ്മളുടെ വാസ്കുലാരിറ്റി, ബ്ലഡ് ഫ്ലോ ഉണ്ടോ, അല്ലെങ്കിൽ ഹൈ കൊളസ്ട്രോളിന്റെ ലെവൽ നോക്കുക, ഷുഗറിന്റെ കൺട്രോൾ നോക്കുക, ക്രിയാറ്റിൻ ഫംഗ്ഷൻ നോക്കുക. അങ്ങനെയൊക്കെ നോക്കി നമ്മൾ അതിന് പറ്റിയ മരുന്നുകൾ കഴിക്കുന്നത്. കാരണം നമുക്ക് ഈ വേദന കാരണം ചിലപ്പോൾ ഉറങ്ങാൻ പറ്റിയെന്ന് വരികയില്ല. അപ്പൊ നമുക്ക് ന്യൂറോപ്പതിയുടെ ഗുളികളുണ്ട്. അതുകൂടാതെ നമുക്ക് കൊളസ്ട്രോൾ കുറയ്ക്കുകയാണെങ്കിൽ നമ്മുടെ കുറച്ചുകൂടെ ബ്ലഡ് ഫ്ലോ ഉണ്ടാകും. അപ്പൊ നമുക്ക് കുറച്ചും കൂടെ നമുക്ക് പെയിനൊക്കെ കുറയും. അതുകൂടാതെ നമ്മൾ സെൻസറി ടെസ്റ്റിംഗ് ഉണ്ട്. ഇപ്പൊ നമുക്ക് ന്യൂറോപ്പതിയുടെ ടെസ്റ്റിംഗ് ഉണ്ട്, അതിൽ നമുക്ക് ഡിറ്റക്ട് ചെയ്യാൻ പറ്റും. അപ്പൊ അങ്ങനെയുള്ള പ്രോപ്പർ കെയർ എടുക്കാൻ തന്നെ മുറിവ് വരികയില്ല. അപ്പൊ മുറിവൊന്നും കരിയുന്നില്ല, നോൺ ഹീലിംഗ് അൾസർ, കരിയാത്ത മുറിവ് വന്നു കഴിഞ്ഞാൽ ഇന്ന് പല ട്രീറ്റ്മെന്റ്. പണ്ടൊക്കെയാണ് നമ്മൾ ഇമ്പോർട്ടന്റ് പാഡ് വെച്ച് നമ്മൾ ഡ്രസ് ചെയ്യാറ്, ഓയിന്റ്മെന്റുകളൊക്കെ ഉപയോഗിച്ച്, ആന്റിബാക്ടീരിയലൊക്കെ വെച്ച്. ഇന്നിപ്പോ നമുക്കറിയാം ഹൈഡ്രോക്ലോറൈഡ്, ജെൽ ഫോം, സിൽവർ ആൽജിനേറ്റ്, അല്ലെങ്കിൽ വാക്കം, ഇങ്ങനെ പുതിയ ഡ്രസ്സിങ്ങൾ വന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ വോണ്ട് നമുക്ക് നേരത്തെ ഹീൽ എടുക്കാൻ നമുക്ക് സാധിക്കും. ഇതിന് ഏറ്റവും പ്രധാനപ്പെട്ട ഷുഗർ കൺട്രോളാണ്. അപ്പൊ നല്ല ഷുഗർ കൺട്രോൾ ഉണ്ട്. HbA1c 7 നിൽക്കുന്നത്, നോർമൽ ക്രിയാറ്റിൻ ഫംഗ്ഷൻ ആണ്. അപ്പൊ ആന്റിബയോട്ടിക് അടിക്കുന്നുണ്ട്, പ്രോപ്പറായിട്ട് കാല് പൊക്കി വെക്കുന്നുണ്ട്, അധികം നടക്കുന്നില്ല. അങ്ങനെയൊക്കെയാണ് നമുക്ക് ഇച്ചിരി സ്പീഡിൽ കരിയും. പക്ഷെ ഒത്തിരി പഴകിയ ഷുഗറാണ്. അപ്പോൾ ഒത്തിരി നാളായിട്ട് കരിയാത്ത മുറിവാണ്, കിഡ്നി ഫംഗ്ഷൻ ഓൾട്ടേഡ് ആണ്. അപ്പൊ നമുക്ക് കാലിലൂടെ രക്തോട്ടക്കുറവൊക്കെ മുറിവ് കരിക്കാൻ ഇപ്പം താമസം. എന്നാലും നമുക്ക് കാല് മുറിക്കാതെ ഇന്ന് നമുക്ക് കാല് സംരക്ഷിച്ചുകൊണ്ട് നമുക്ക് പോകാനുള്ള ചികിത്സയും അതിനുള്ള സംവിധാനങ്ങളും എല്ലാം ഡോക്ടേഴ്സ് അവൈലബിൾ ആണ്. അതുകൊണ്ട് പലപ്പോഴും നമ്മൾ ഷുഗർ പ്രോപ്പറായിട്ട് കൺട്രോൾ ചെയ്യുകയും നമ്മൾ കാലെല്ലാ ദിവസവും നമ്മൾ നോക്കി കാലിന് എന്തെങ്കിലും പ്രശ്നമുണ്ടോ നോക്കി, അല്ലെങ്കിൽ കാലിലൂടെ രക്തോട്ടമൊക്കെ മനസ്സിലാക്കി പോവുകയാണെങ്കിൽ ഈ മുറിവുകൾ ഒഴിവാക്കാൻ നമുക്ക് സാധിക്കും. അങ്ങനെ നമ്മുടെ കാല് മുറിക്കാൻ നമുക്ക് വളരെ നന്നായി ഒരു ആരോഗ്യമുള്ള 2 കാലുകളിലൂടെ നമുക്ക് നന്നായി നടന്ന് നമ്മുടെ കാര്യങ്ങൾ ചെയ്യാൻ നമുക്ക് സാധിക്കും. താങ്ക് യു.